126 സങ്കീർത്തനം 3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ വൻകാര്യം എന്താണ്? സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ നാം കാണുന്നത് യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സിയോൻ്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തി. യഹൂദയും ഇസ്രായേലും പ്രവാസത്തിലേക്ക് പോയതായ ചരിത്രം വളരെ വിശദമായി ലോകം മുഴുവൻ അറിയപ്പെടുന്നതായ ചരിത്രമാണ്. ഇസ്രായേൽ അശൂരിലേക്കും യഹൂദ ബാബേലിലേക്കും അടിമകളായി കൊണ്ടുപോകപ്പെട്ടു. യഹൂദ ബാബേലിലേക്ക് അടിമകളായി പോയതിനെ സംബന്ധിച്ചാണ് 137 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്ന് തുടങ്ങുന്നതായ സങ്കീർത്തനം അതിൻ്റെ തെളിവായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ്. നാം ഓർത്തതുപോലെ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തി എന്നുള്ളതാണ് യഹോവയായ ദൈവം അവരിൽ ചെയ്തതായ വൻകാര്യം. മടങ്ങി വരാൻ സാധിക്കുമെന്ന് അവരാരും വിചാരിച്ചിരുന്നതല്ല. അടിമകളായി മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ഭരണാധികാരികൾക്ക് എപ്പോഴാണോ ദയ തോന്നുന്നത് അങ്ങനെ അവർ ഈ പ്രവാസികളെ മടക്കി അയച്ചെങ്കിലല്ലാതെ അവർക്ക് തിരിച്ചു പോരാനായിട്ട് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അടിമകളായി കൊണ്ടുപോകപ്പെട്ടവർ തിരിച്ചുവരവിനെപ്പറ്റി വാസ്തവത്തിൽ വിചാരിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്നതായ സ്ഥാനത്ത് സിയോൻ്റെ പ്രവാസികളെ ദൈവം മടക്കി വരുത്തുകയാണ്. അത് കണ്ടുകൊണ്ട് യഹൂദയിലെ ജനം പറയുകയാണ്, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഏതാനും ചില നാളുകൾക്ക് മുൻപ് അവർ വല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞു വിളിച്ചാണ് ഇവിടെ നിന്ന് പോയത്. യഹൂദ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ബാബേൽ രാജ്യത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അവിടെ അടിമകളായി കൊണ്ടുപോകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവർ വിലപിക്കുവാനായിട്ട് തുടങ്ങി. നാം വായിക്കുന്നത് 137 സങ്കീർത്തനത്തിൽ, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. അവർ വല്ലാതെ വിലപിക്കുകയാണ്. വല്ലാത്ത പ്രയാസം, സങ്കടം, നിരാശ എല്ലാം ബാധിച്ചതായ ഈ ജനം വല്ലാതെ വിലപിച്ചു എന്നാണ് നാം കാണുന്നത്. മാത്രമല്ല, അവരെ കൊണ്ടുപോയ പടയാളികൾ അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവരെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 137 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. അങ്ങനെ അവരെ വല്ലാതെ ഉപദ്രവിച്ച് ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ സകല പ്രതീക്ഷയും അറ്റുപോയിട്ട് നിരാശരായിട്ട് അവർ തീർന്നു. ഇനിയും മടങ്ങിവരവ് ഇല്ല എന്ന് തന്നെ അവർ വിചാരിച്ചു. ഒരുപക്ഷെ അവരുടെ ഉറ്റവരും ഉടയവരുമൊക്കെ യഹൂദയിൽ ഉണ്ടായിരിക്കാം. എല്ലാവരെയും ഒരുപക്ഷെ അടിമകളായി കൊണ്ടുപോയി കാണണമെന്നില്ല. അങ്ങനെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു അന്യരാജ്യത്തേക്ക് പ്രവാസികളായി അടിമകളായി കൊണ്ടുപോകപ്പെട്ടതായ ഈ യഹൂദ ജനം അവരുടെ സകല ആശയം നഷ്ടപ്പെട്ടിരിക്കുന്നതായ സമയത്ത് നാം വായിക്കുന്നത് അവരെ മടക്കി വരുത്തുവാൻ തക്കവണ്ണം ദൈവം അവരിൽ പ്രസാദിച്ചു എന്നാണ്. അങ്ങനെ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയതായ സമയത്ത് അവർ ഒരു സ്വപ്നം കാണുന്നുവോ എന്നവർ സംശയിക്കത്തക്ക നിലയിലാണ് ദൈവം അവരെ മടക്കി വരുത്തിയത്. അതുകൊണ്ടാണ് 126 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഇതൊരു സ്വപ്നമാണോ എന്നവർ വിചാരിച്ചു. അത്രമാത്രം അവിശ്വസനീയമായ നിലയിലാണ് ഈ പ്രവാസികളുടെ മടങ്ങിവരവ് അവർക്ക് അനുഭവപ്പെട്ടത് എന്ന് നമുക്ക് വിചാരിക്കുവാൻ സാധിക്കും. എന്തായിരുന്നാലും ദൈവം അവരെ അത്ഭുതകരമായി മടക്കി വരുത്തി. അവരുടെ സകല പ്രതീക്ഷയും അറ്റുപോയതായ സ്ഥാനത്ത് ദൈവം അവരെ വലിയ സന്തോഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. അത് കണ്ടുകൊണ്ട് അവർ പറയുന്നു, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, സകല പ്രതീക്ഷയും അറ്റുപോകുന്നതായ സ്ഥാനത്ത് ദൈവം നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ
നമുക്കും പറയുവാൻ സാധിക്കും, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് നമ്മുടെ ഒരു ചിത്രമാണ് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനോ ആരാധിക്കുവാനോ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനോ യാതൊരു യോഗ്യതയും അർഹതയും ഒന്നുമില്ലായിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയതായ നന്മകൾ വാസ്തവത്തിൽ അവർക്ക് മാത്രമായി അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ അവർ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് നിമിത്തം നമുക്ക് ലഭിച്ചു എന്നുള്ളത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് വലിയവനായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുവാൻ അനുവാദം ലഭിച്ചത്. അങ്ങനെ യഹൂദ ജനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയതായ അനുഗ്രഹങ്ങളാണ് വാസ്തവത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്നതായ ഈ വിലയേറിയ രക്ഷ. അതുപോലെ തന്നെ ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ആത്മീയമായ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും എല്ലാം എന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതായ 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് 137 സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ അവർ പറയുന്നത്, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? നോക്കുക, ഇവിടെ ഈ യഹൂദ ജനം പറയുകയാണ്, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയ പടയാളികളുണ്ടല്ലോ, അവർ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ യഹോവയുടെ ഗീതം ഒന്ന് പാടിയാട്ടെ, സന്തോഷ ഗീതങ്ങളൊന്ന് പാടിയാട്ടെ, ഞങ്ങൾക്കോ സന്തോഷമില്ല, സമാധാനമില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാട്ട് പാടിയാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബദ്ധരാക്കി കൊണ്ടുപോയ ആളുകൾ അവരോട് സന്തോഷത്തെ ചോദിക്കുകയാണ്. ഒരു സമയത്ത് അവരെ ഉപദ്രവിച്ച ആളുകൾ അവരോട് സമാധാനം പറഞ്ഞുകൊണ്ട് അടുത്ത് ചെല്ലുകയാണ്. അവർക്ക് സാന്ത്വനം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുവാൻ, സിയോൻ ഗീതങ്ങൾ ആലപിക്കുവാൻ തക്കവണ്ണം യഹൂദ ജനത്തെ അവർ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ യഹൂദ ജനത്തെ അടിമകളാക്കിക്കൊണ്ടുപോയവൻ ആരാണോ അവർ അവരുടെ മുൻപാകെ വന്ന് നിന്നിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സിയോൻ ഗീതം ആലപിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നെടുമ്പാടെ വീഴുന്ന, അവരുടെ കാല് പിടിച്ച് യാചിക്കുന്നതായ ഒരു സ്ഥിതിയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് യഹൂദ ജനം പറയുകയാണ്, യഹോവയായ ദൈവം ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെ നമുക്കും ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ സാധിക്കും, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും യഹോവയായ ദൈവം ചെയ്ത വൻകാര്യങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്ന് കാണുവാൻ സാധിക്കും. എത്രയോ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ട്. നാം ആഗ്രഹിക്കാത്ത നന്മകൾ, നമുക്ക് ലഭിക്കാൻ യാതൊരു അർഹതയുമില്ലാത്തതായ നന്മകൾ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ, എന്തെല്ലാം നന്മകൾ കർത്താവ് നമുക്ക് നൽകി തന്നു. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഈ അനുഗ്രഹങ്ങളും നന്മകളുമെല്ലാം യഹൂദന്മാർക്ക് കിട്ടേണ്ടുന്നതായിരുന്നു. എന്നാൽ അവരതിനെ തള്ളിക്കളഞ്ഞു. ദൈവം ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകി തന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ, ആ കൃപാസനത്തിൻ്റെ അരികിൽ ചെന്ന് കർത്താവിൻ്റെ തേജസ്സേറിയ മുഖത്തേക്ക് നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിപ്പാനുള്ള ഏറ്റവും വലിയ അവകാശവും അനുവാദവും പദവികളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയുവാൻ സാധിക്കും, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. മാത്രമല്ല, എത്രയോ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. തിരുവെഴുത്തിലുടനീളം നമ്മോടുള്ളതായ വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതായ അനുഗ്രഹങ്ങളും നന്മകളും, നമ്മെ കാവൽ ചെയ്യുന്നതായ, നമ്മെ പരിപാലിക്കുന്നതായ വിധങ്ങളും എല്ലാം നാം വായിക്കുമ്പോൾ ഈ വാക്യം പറയുന്നത് പോലെ യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറയുവാൻ യഹൂദയേക്കാൾ അധികാരവും അവകാശവും അനുവാദവും പദവികളും എല്ലാം ഉള്ളത് നമുക്കാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തു, അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തു, ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർത്തു, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിപ്പാൻ ഞങ്ങൾക്ക് അനുവാദം നൽകി തന്നു. ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് വിഷമിക്കുമ്പോൾ, ഞങ്ങളുടെ കണ്ണ് നനയുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് വരുന്നു, ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്നു, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഞങ്ങൾ യാചിക്കുന്നതിന് മുൻപേ അറിയുന്നവനായ ദൈവം അവ ഓരോന്നും ഞങ്ങൾക്ക് അതാത് സമയത്ത് നൽകിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാരോട് കൽപ്പിക്കുന്ന അവിടുത്തെ സ്നേഹവും കരുതലും എത്രയോ വിലയേറിയതാണ്.
സഹായത്തിനായി ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾ തനിയേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ഞങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞങ്ങൾ ഭയപ്പെടുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞങ്ങൾ പ്രയാസകരമായ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹകരമായ പരിപാലനത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന പോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വഴിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. യഹോവയായ ദൈവം എത്രയോ വൻകാര്യങ്ങൾ നമ്മിൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും ഇന്ന് രാവിലെ പറയുവാൻ സാധിക്കട്ടെ, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു കാലത്തും അടുത്തു വരുവാൻ യോഗ്യതയില്ലാതിരുന്ന അനുഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്കൊരുക്കിയ നിത്യരക്ഷയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഇസ്രായേൽ പൗരതയുടെ സംബന്ധമില്ലാത്തവരായിരുന്നുവെങ്കിലും ഇസ്രായേലിന് വേണ്ടി അവിടുന്ന് ഒരുക്കിയ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് മാത്രമല്ല, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം നൽകിത്തന്ന് അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ വഴികൾക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ കർത്താവെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് കൂടെ ഇരിക്കണമേ. യഹോവയായ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത വൻകാര്യങ്ങളെ കാണുവാനും അവിടുത്തെ മുൻപാകെ വന്ന് നന്ദി പറഞ്ഞങ്ങ് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ക്ഷീണിതരായിട്ടുള്ളവർക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. മനോധൈര്യമില്ലാത്തവർക്ക് അവിടുന്ന് ധൈര്യവും പ്രത്യാശയും നൽകണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണമേ. ഏതൊരു പ്രതിസന്ധിയെ നേരിടുവാനുള്ളതായ ധൈര്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വഴിയാത്രകളിലൊക്കെ അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.